ഹലോ ഗുഡ് ഈവനിങ്. നമ്മളിന്ന് 4 മണി ചായക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഈ സംഭവത്തിൻ്റെ റെസിപ്പി തന്നത് എൻ്റെ മേമയാണ് കേട്ടോ. മേമ എന്ന് പറയുമ്പോൾ ബഹളം അമ്മയുടെ അനിയത്തി. ഞങ്ങൾ ഇങ്കി മേമ എന്നാണ് വിളിക്കാറ്. മേമ ബോംബെയിലാണ്, മുംബൈയിലാണ്. 40 വർഷത്തോളമായിട്ട് അവരവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് അവിടെ. അപ്പം മേമയുടെ റെസിപ്പിയാണ് ഇത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സാബുദാന കിച്ചടി എന്നാണ് പറയാ. നമ്മുടെ അവിടെ ചവ്വരി ഉപ്പുമാവ്, ചവ്വരി ഇല്ലേ നമ്മുടെ സേമിയ പായസത്തിനൊക്കെ ഇടണേ അത്. ഇത് ഞാനൊരു 5-6 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് എങ്ങനെയാ ഉപ്പുമാവ് റെഡിയാക്കാന്നുള്ളത് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ: സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സവാള, ഒരു ലേശം ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, വേപ്പില, കപ്പലണ്ടി ക്രഷ് ചെയ്തത് പൊടിച്ചത്, പിന്നെ ഒരു പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സാബുദാന കിച്ചടി ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെയാണ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ടീസ്പൂൺ നെയ്യും, ഞാൻ പറഞ്ഞു മോൾക്ക് ഈ നെയ്യിൻ്റെ വല്ലാണ്ട് പിടിക്കില്ല, എന്നാലും നമുക്ക് വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് കുറച്ചുകൂടെ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അത് ഇട്ടുകൊടുത്തു കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ സവോള ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ച് മൂത്ത് വന്നോട്ടെ കേട്ടോ. സവോള, ഇഞ്ചി, പച്ചമുളക് ഇട്ടുകൊടുത്തു. വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താണേ. 2 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തു. ഇതൊന്ന് നല്ലോണം വഴണ്ട് ഒന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ ബാക്കി നോക്കാം. മേമയുടെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ എന്നല്ല, ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ടൂറൊന്നും പോവാറില്ല കേട്ടോ. പോവാറില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അമ്മയുടെ അടുത്തും ഉണ്ടാവില്ല. അവർ രണ്ടാളും ഞങ്ങളുടെ അന്നൊക്കെ സാമ്പത്തികമായിട്ടില്ല. ഇന്നും അങ്ങനെ സാമ്പത്തികമായിട്ട് ഉണ്ടെന്നല്ല കേട്ടോ. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടില്ല. ഞങ്ങൾ 3 ആളും പോയിട്ടില്ല. ഞാനും ഏട്ടനും അനിയനും പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടുള്ളത് മേമയുടെ അടുത്ത് കേട്ടോ, ബോംബെയിലേക്ക് ചെറുതിൽ. അത് ഞങ്ങളുടെ ഫുൾ ചെലവും പാപ്പനും മേമയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും ഞങ്ങൾ 3 പിള്ളേരെയും കൂടെ കൊണ്ടുപോയി അവിടെ നിർത്തി. വെക്കേഷൻ സമയത്ത് എത്ര ദിവസം നിന്നിട്ടുണ്ടാവും? 10 ദിവസത്തിനൊക്കെ മേലെ നിന്നിട്ടുണ്ടാവും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ വളാഞ്ചേരി വിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പാലത്ത് നമ്മുടെ വീട്ടിൽ വലിയമ്മയുടെ അടുത്താണ് പോയി നിൽക്കുക. അവിടെയാണ് നിൽക്കാറ്, അവരുടെ അടുത്താണ് പോവാറ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ലോകമില്ല, വേറെ പുറത്തൊന്നുമില്ല. ഈ ഒരു നമ്മുടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വളാഞ്ചേരി, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ വിട്ടിട്ട് നമുക്കൊന്നും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ അവർക്ക് അങ്ങനെ നമ്മളെ കൊണ്ടുപോകേണ്ട കാര്യമോ അവിടെ കാണിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. എന്നാലും പാപ്പനും മേമയും ഞങ്ങളെ 3 ആളെയും പിള്ളേരെയും അച്ഛനെയും അമ്മേനെയൊക്കെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്ന് വരുമ്പോൾ ഒരു പെട്ടി നിറഞ്ഞ് ഞങ്ങൾ വല്ല ഗൾഫിൽ നിന്നൊക്കെ വരണ പോലെയായിരുന്നു. ഡ്രസ്സും സോപ്പും ഷാമ്പുവും അങ്ങനെ ഞാനൊക്കെ ടോട്ടൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇങ്ങോട്ട് മാറിയായിരുന്നു. അത്രയും നമ്മളെ കെയർ ചെയ്ത് സ്നേഹിച്ച് അങ്ങനെ കൊണ്ട് നടക്കണേ. എന്ന് വെച്ചിട്ട് എന്നും വിളിക്കുക, എന്നും സംസാരിക്കുക, നമ്മുടെ അടുത്തേക്ക് വരാൻ നിൽക്കുക, അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുമ്പോൾ ഞാൻ പാപ്പൻ്റെ അടുത്തും മേമയുടെ അടുത്തും ആദ്യം പറഞ്ഞ് അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്കൊരു സ്ട്രെങ്ത് കിട്ടാറുണ്ട്. എൻ്റെ അച്ഛനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാപ്പൻ്റെ അടുത്താണ്. പിന്നെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി, 6 വർഷമായി. അപ്പം ഇല്ല എന്നുള്ളത് എനിക്ക് പാപ്പൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നാറില്ല. എന്തൊക്കെ ഇനിയിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ പാപ്പൻ്റെ അടുത്തും മേമയുടെ അടുത്തും സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മേമയുടെ റെസിപ്പിയാണ്, അടിപൊളി റെസിപ്പിയാണ്. മേമ അസലായിട്ട് കുക്ക് ചെയ്യും. അവിടുത്തെ ഒരുപാട് റെസിപ്പീസ് മേമയ്ക്ക് അറിയാം, മേമ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എനിക്ക് പറ്റണ രീതിയിൽ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. വരുന്ന സമയത്ത്
നമ്മൾ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊട്ടറ്റോ എടുത്ത് കൊടുക്കാം. ഞാനത് ഒന്ന് ഹാഫ് ബോയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊട്ടറ്റോ വേവിക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഞാനത് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇതിലിട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് വേണം എന്തിട്ട് കൊടുക്കാൻ, നമ്മുടെ സാബുദാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചവ്വരി ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണ കപ്പലണ്ടിയുടെ, ഇത് ഇത്ര പൊടിയേണ്ട കേട്ടോ, എൻ്റെ ഇച്ചിരി അധികം പൊടിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത്ര ആയാലും കുഴപ്പമുണ്ടെന്നല്ല, ഒന്നുകൂടെ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ലാസ്റ്റ്. അതുകൊണ്ട് പിന്നെ തീ പൊടിഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണേ. കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം കൂടി പോണ്ട കേട്ടോ. ഉപ്പ് എപ്പോഴായാലും ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കേട്ടോ. ഈ നെയ്യിൽ ജീരകം പൊട്ടിച്ചേണ്ടി പിന്നെ ഇതൊക്കെ കൂടെ ഇങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടണ്ട, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തത് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തു നീരെടുത്ത് കൊടുക്കുക. ഇതിനകത്ത് നീരും കിട്ടണമല്ല, നീരൊഴിച്ചു കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി നോക്കി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മളത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി സെറ്റ് ആക്കണ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇതിനും വലിയ വിലയൊന്നുമില്ല ചവ്വരിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ അറിയണവരുണ്ടാവും, ഇതിൽ ധാരാളം പേരുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഞാനിവിടെ ഒന്നും കൂടെ തുടച്ചിടട്ടെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ഞാൻ കാണിച്ചു തരേ. റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് സംഭവം. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഉപ്പുമാവ്. നിലക്കടല ഞാൻ ഒന്നുകൂടെ ക്രഷ് ചെയ്യാത്തത് മേലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാബുദാന കിച്ചടി റെഡി. ഇനി ഇത് പിള്ളേർ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവരെങ്ങനെയുണ്ട് പറയണമെന്നും കൂടെ നോക്കാം കേട്ടോ. അവർ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം റെഡിയായി കേട്ടോ. ഉപ്പുമാവ് റെഡിയായി. പൂജട്ടി വന്നിട്ടുണ്ട്, കണ്ണൻകുട്ടി എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് പൂജട്ടീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതെങ്ങനെ ഉണ്ട് എന്ന്. ഇല്ല, ചൂടൊന്നുമില്ല. നമ്മൾ ചൂട് എനിക്ക് അമ്മമ്മയുടെ റെസിപ്പിയാ. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.